ദ റോഡ് ഓഫ് ലേവി, അഹറോൻ്റെ തളിർത്ത വടി. അഹറോൻ്റെ തളിർത്ത വടി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ ദൈവത്തോട് മോശയുടെ അഹറോൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തോട് വീട്ടിലിരുന്ന് കരഞ്ഞോ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ തീർച്ചയായും അതിനെതിരായിട്ട് ആളുകൾ ഉയരും. അത് ദുഷ്ടശക്തിക്ക് അധീനമായിട്ടോ അല്ല ജലസി കൊണ്ടോ അല്ലെ നമുക്ക് ആ പദവി വേണമെന്നുള്ള ആഗ്രഹം, നമുക്ക് ആ പദവി അലങ്കരിക്കാൻ കൊള്ളത്തില്ല പക്ഷെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ നമ്മൾ പലപ്പോഴും അവർക്കെതിരായിട്ട് അവരുടെ അതോറിറ്റി അല്ലെ അധികാരത്തെ ചോദ്യം ചെയ്യും. എല്ലാ അതോറിറ്റിയും ഓൾ അതോറിറ്റി ആർ ഗിവൺ ബൈ ഗോഡ് ഒൺലി. നല്ലവനും തിന്മ ചെയ്യുന്നവനും ഒക്കെ അതോറിറ്റി അധികാരം കൊടുക്കുന്ന ദൈവമാണ്. അതെന്നല്ല ഫറവോനെ പോലും ആക്കിയത് ദൈവമാണ്. അപ്പോൾ ദൈവം അറിയാതെ ഒന്നും ഈ ഭൂമിയിൽ നടക്കുന്നില്ല. അങ്ങനെ അവർ വഴക്കുണ്ടാക്കി അഹ്റോനാണോ വലിയ പ്രവാചകന്, മോശയാണോ വലിയ ആള് എന്നൊക്കെ ഇവർ പലപ്പോഴും ചോദിക്കുമ്പോഴും ദൈവം ഓരോ സമയത്തും ഉത്തരം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അഹ്റോനെതിരായിട്ട് അവർ അധികാരത്തെ ചോദ്യം ചെയ്തപ്പം അധികാരം, അതായത് ദൈവം തിരഞ്ഞെടുത്ത പുരോഹിതൻ അഹ്റോനാണോ എന്ന് ചോദ്യം ചെയ്തപ്പോൾ ദൈവം പറയുന്ന ഭാഗമാണ് സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യ ഭാഗം മാത്രം കുറച്ച് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങിയിട്ട് ഓരോരുത്തൻ്റെ വടിമേലും അവൻ്റെ പേരെഴുതണം. എന്നിട്ട് ലേവിയുടെ വടിമേലോ അഹറോൻ്റെ പേര് എഴുതണം. അപ്പോൾ ലേവി പുത്രന്മാർക്കാണോ ഈ ശുശ്രൂഷ ചെയ്യാനുള്ള വരം കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അധികാരം കൊടുത്തിരിക്കുന്നു എന്നൊരു ചോദ്യം വന്നപ്പോൾ ദൈവം തമ്പുരാൻ തന്നെ മോശയോട് ഉപദേശം കൊടുക്കുകയാണ് എന്നാ ചെയ്യേണ്ടത്. ഞാനിത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭവനത്തിലെ അധികാരി ആരാണ്, ഒരു തീരുമാനമെടുക്കേണ്ട ആരാണ്, എൻ്റെ കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ആരാണ്, ഒരു പള്ളിയിൽ പ്രശ്നമുള്ളപ്പോൾ, ഒരു സഭയിൽ ഛിന്നത വരുമ്പോൾ ആരാണ് അധികാരം എടുക്കേണ്ടത് എന്ന് ദൈവത്തോട് ചോദിക്കണം. ദൈവത്തോട് ചോദിക്കുമ്പോൾ ഓരോ സാഹചര്യത്തിനും പറ്റിയതായ ഉത്തരം ദൈവം തമ്പുരാൻ തന്നെ നമ്മളോട് സംസാരിക്കും. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ പോലെ ആയിരിക്കണം എന്നില്ല വേറൊരു പക്ഷെ ദൈവം ജീവനുള്ള ദൈവമാകിയാൽ നമ്മുടെ ഓരോ പ്രശ്നത്തിനും തക്കതായ ഉത്തരം തരാൻ അവൻ വിശ്വസ്തൻ തന്നെ. അതിനാൽ നമ്മുടെ ഭവനത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും പറയും, അയ്യോ എൻ്റെ ഭവനത്തിലുള്ള അത്രയും ഭാരം വേറെ ആർക്കും ഇല്ലെന്ന്. മിക്ക പെണ്ണുങ്ങളും എന്നോട് അങ്ങനെ പറയും, അയ്യോ ആൻറ്റിക്കറിയത്തില്ല എന്തെല്ലാം ഭാരമാണ്. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ എൻ്റെ പൊന്നെ, ഇവരോടൊന്ന് പറയാൻ പറഞ്ഞുവെങ്കിൽ അവർ അരമണിക്കൂർ നമ്മളത് പറഞ്ഞ് തന്നെ നമ്മളെ താഴ്ത്തും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കേൾക്കത്തില്ല. ശരിയാ, പോയിൻ്റായിട്ട് 1-2 പോയിൻ്റ് പറയാമെങ്കിൽ ഞാൻ കേൾക്കാം. അല്ലെങ്കിൽ പോയിൻ്റ് പ്രാർത്ഥനയ്ക്കുള്ള ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഞാനത് ചുരുപ്പിക്കും. കാരണം പലപ്പോഴും അവരുടെ ഭാരങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെയും അടിച്ച് താഴ്ത്തുന്ന ഒരു ദുഷ്ടാത്മാ അതിനകത്ത് കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാവരുടെയും നെഗറ്റീവ് മാത്രം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ മുഖം അവരുടെക്കാട്ടി നെഗറ്റീവായി മാറും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ശ്രദ്ധിച്ച് വേണം ആരുടെ ശബ്ദമാണ് കേൾക്കുന്ന, ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. എന്ത് സംഭവിച്ചു? ലേവിയുടെ വടിമേലും അഹ്റോൻ്റെ പേരിന് ഓരോ ഗോത്രത്തലവന് ഓരോ വടി ഉണ്ടായിരിക്കണം. 12 ഗോത്രത്തിന് 12 വടി. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടയമായ സാക്ഷ്യത്തിന് മുമ്പാകെ ഞാൻ വെളിപ്പെടുന്ന സ്ഥലത്ത് അവ കൊണ്ടുവെക്കണം. അപ്പോൾ അത് വിശുദ്ധ സ്ഥലമായിരിക്കണം. അവിടെ കൊണ്ടുവെക്കുക. ഞാൻ തിരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും. ഞാൻ ആരെ തിരഞ്ഞെടുത്തോ ആ വടി തളിർത്തിരിക്കും. മറ്റേതെല്ലാം വടിയായിട്ട് തന്നെ ഇരിക്കുമെന്ന്. കറക്റ്റ് അല്ലേ? എന്ത് ഭംഗിയായിട്ട് ദൈവം സംസാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ പ്രശ്നം വരുമ്പം, അയ്യോ എന്തുമാത്രം എനിക്ക് തന്നെ ഞങ്ങളുടെ ഇവിടെ ചർച്ചിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൂട്ടർ വഴക്കാണ്. നമ്മളൊരു ദൃക്സാക്ഷി മാത്രം. പക്ഷേ ഞാൻ എന്നും പോയി പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ നിൻ്റെ ആത്മാവല്ലാതെ ഒന്നും ഇവിടെ പ്രവർത്തിക്കാൻ. അപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒരു ഈച്ച പോലും നീങ്ങത്തില്ല. അത്ര ശക്തമായ പ്രവർത്തനം. എന്നതാ ദൈവം, ഞാൻ അറിയാതെ അവിടെ ഒന്നും അത്ര മനോഹരം സാധാരണയിൽ കൂടില്ല. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന് ഒരു തീർത്ഥാടകൻ പറയുന്നത് കേട്ടു, എങ്ങും ഇല്ലാത്ത പോലെ ഒരു ദൈവ സാന്നിധ്യം ഇവിടെ കാണുന്നു. എന്താ?
കലക്കത്തിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ കൂടാരത്തിനകത്ത് നിർത്തി ദൈവം തൻ്റെ ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതാ ദൈവത്തിൻ്റെ മഹത്വം. എല്ലാം ശരിയാകുമ്പം ചെയ്യുന്നതൊന്നും അല്ലെന്ന്, അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ സാഹചര്യം ചെയ്താൽ മനുഷ്യ പ്രശംസയ്ക്കാതെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ പ്രശംസ, അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നമ്മൾ ദിനംപ്രതി ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം പറയാണ്, നിൻ്റെ റോഡ് ഇവിടെ കൊണ്ടുപോവാ, ഞാൻ നോക്കട്ടെ ഞാൻ ആരെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അവരെല്ലാവരും ഓരോ റോഡ് കൊണ്ടുവന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് നിങ്ങൾക്ക് വിരോധമായി പിറുപിറുത്തത് ഞാൻ നിർത്തലാക്കും, ദൈവം നിർത്തലാക്കും. ഒരീച്ച പോലും അനക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞാൽ അനക്കത്തില്ലെന്ന്. ശത്രു എത്ര കിടന്ന്, അത് ഞാൻ പറയത്തില്ല, പേപ്പട്ടി കിടന്ന് കുറച്ചും കിടന്ന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ ആരുടെ സൈഡിലാണ്, ആരുടെ പക്ഷത്താണ് എനിക്ക് ഉറപ്പ് വരണം. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട്, അവിടെ ദൈവം ഇല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇരിക്കണം. അപ്പം ദൈവം പ്രവർത്തിച്ചോളും. ദൈവം വിളിച്ചാൽ വിളിപ്പുറത്ത് വരുമെന്ന് യാക്കോബി പറയുന്നുണ്ട്. കോൾ അൺ ടു മീ, എന്നെ വിളിച്ചു വരുത്തുക. റെസിസ്റ്റ് ദ ഡെവിൾ, പിശാചിനെ അടിച്ചിറക്കെ. എന്ത് അധികാരം തന്നിട്ട് വടിയെന്താ എടുക്കാത്തത്? ദൈവം പറഞ്ഞു. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ പ്രഭു ഓരോ വടി വീതം 12 വടി അവൻ്റെ പക്കൽ കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരും ഓരോ വടി വീതം കൊണ്ടുവമ്പോൾ 12 വടി. വടികളുടെ കൂട്ടത്തിൽ അഹറോൻ്റെ വടിയും ഉണ്ടായിരുന്നു. അഹറോനെയാണല്ലോ ദൈവം തൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ഏൽപ്പിച്ച പുരോഹിതൻ. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റന്നാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിന് ഉള്ള അഹറോൻ്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ട് അത് തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. എങ്ങനെയുണ്ട്? ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിശയങ്ങൾ നടക്കുമെന്ന്. നമ്മൾ മനുഷ്യന് അതിശയം എന്താണെന്ന് അറിഞ്ഞുകൂടാ. വി ഷുഡ് ലിവ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ റലം. അപ്പം ദൈവം തീരുമാനിച്ച അഹറോൻ്റെ വടി ഒരൊറ്റ രാത്രി കൊണ്ട് തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. മോശ വടികളല്ലേ യഹോവയുടെ സന്നിധിയിൽ നിന്ന് എടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്ത് കൊണ്ടുവന്നു. അവർ ഓരോരുത്തരും താൻ്റെ വടി നോക്കിയെടുത്തു. യഹോവ മോശയോട്, അഹറോൻ്റെ വടി മത്സരികൾക്ക് ഒരടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിൻ്റെ മുമ്പിൽ തിരികെ കൊണ്ടുവരിക. അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായുള്ള അവരുടെ പിറുപിറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കും എന്ന് കൽപ്പിച്ചു. ദൈവം ഒരാളെ ചില ചുമതലകൾ ഏൽപ്പിച്ചാൽ അത് മനസ്സിലാക്കി ബഹുമാനിച്ചാൽ നമുക്കും നല്ലത്. അതെല്ലാം മറുത്ത് നിൽക്കുന്നു എങ്കിൽ നിൻ്റെ വടി വടി പോലെ ഇരിക്കും, അഹറോൻ്റെ വടി പൂത്തുമിരിക്കും. തളിർത്തു, പൂത്തു, കായ്ച്ചു. ബദാമിൻ്റേത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. നമുക്ക് ആരുടെയും അതോറിറ്റിയോട് ചോദ്യം ചെയ്യണോ? നേരിട്ട് ദൈവത്തോട് ചോദിക്കുക. ദൈവം നമ്മളോട് സംസാരിക്കും. അല്ല, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പല സഭകളിലെയും വഴക്കില്ലാതായതിന്, കുടുംബങ്ങളിലെ വഴക്കില്ലാതായതിന്, ഭാര്യ ഭർത്താക്കന്മാരുള്ള വഴക്കില്ലാതായതിന്. ഇതൊന്നും നടക്കുന്നില്ല. ഈ മർമ്മങ്ങൾ അല്ലെങ്കിൽ ഈ സത്യങ്ങൾ നമുക്കൊരു ഫ്രിഡ്ജ് തന്നിട്ട് അതിൻ്റെ മാനുവൽ വായിക്കാതെ നമുക്ക് തോന്നിയ പോലെ അത് കൊണ്ടുപോയി ചൂടുവെള്ളത്തിനകത്ത് മുക്കി വെച്ചാൽ വല്ല കാര്യവും നടക്കുമോ? ഒന്നും നടക്കത്തില്ല. അത് കേടായിപ്പോത്തേയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് നമ്മൾ ഏത് അതോറിറ്റിയിൽ കടന്നു വരണമെന്നും ആരുടെ അധീനതയിലാണ് ജീവിക്കേണ്ടതെന്നും ദൈവം നേരിട്ടേ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരാളെ അധികാരത്തിൽ ഇരിക്കുന്നെങ്കിൽ അവനെ ബഹുമാനിക്കാനും ആദരിക്കാനും കൂടെ പഠിക്കണം. അത് ചെയ്യുന്നത് ദൈവത്തെ മാനിക്കുകയാണ്. അത് അനുസരണമാണ്. അനുസരണവും വിനയവുമാണ്. ഈ അഹറോൻ്റെ വടി പൂത്തു എന്ന് പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് വടി പൂത്തു, കായ്ച്ചു, ഫലം തന്നു. ഈ വടിക്ക് മണ്ണുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാണ് ഈ വടി കണ്ടാൽ, ഈ വടി മണ്ണിനകത്ത് വെച്ചിരിക്കുകയല്ല, മണ്ണിൽ കുത്തി വെച്ചിരിക്കുകയല്ല. ഇത് നാളെ കിളുത്ത് വരാൻ മണ്ണുമായിട്ട്, ഇതിൻ്റെ തൊലി പോലും ഇല്ല ഇതിൽ. അങ്ങനെയുള്ള ഈ വടി മണ്ണുമായിട്ട് ഒരു ബന്ധമില്ല. അതുപോലെ മണ്ണിൻ്റെ ബന്ധമില്ലാത്ത വടിയെ തളിർത്തു, ഇല വെച്ചു, കായ്ച്ചു, പൂത്തു നിൽക്കുന്നു എങ്കിൽ ഈസ് ഇറ്റ് നോട്ട് സൂപ്പർ നാച്ചുറൽ? ഒരിക്കലും നമ്മൾക്കും ബുദ്ധിക്ക് മനസ്സിലാകാത്ത വിധത്തിലുള്ള അതിശയമല്ല. അങ്ങനെയാണ് നമ്മുടെ കാര്യം ദൈവം ഇനിയും തൊട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഈ വടി തന്നെ, ഒരു കാലത്ത് ഇത് കായ്ക്കാൻ പോകുന്നില്ല, ഇതേ ഇല വരാൻ പോകുന്നില്ല, അത് അടിക്കാൻ കൊള്ളാമെന്നല്ല, വേറൊന്നിനും കൊള്ളൂല. പക്ഷെ ദൈവം തമ്പുരാൻ ഒരു വടി തിരഞ്ഞെടുത്തെങ്കിൽ അതിന്മേൽ അതിശയം. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ കൈക്കീഴിൽ അടങ്ങിയിരിക്കുവിൻ.
അപ്പോൾ ദൈവത്തിൻ്റെ പരിചയം ഒരു വിടുതൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ, നമ്മുടെ സഭകളിൽ, നമ്മൾ പോകുന്ന കൂട്ടായ്മകളിൽ ഒരു വിടുതൽ ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ, അതായത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട്, നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ പറയുന്നത് സ്വീകരിച്ചാൽ ഒത്തിരിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഈ അഹറോൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം, ഈ ജോസഫിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം, ഈ ജോഷുവയുടെ ദൈവമാണ് എൻ്റെ ദൈവം, ഈ മോശയുടെ ദൈവമാണ് എൻ്റെ ദൈവം. പാരമ്പര്യം നമ്മളെ രക്ഷിക്കത്തില്ല. ആവശ്യമുള്ള നന്മകൾ ചെയ്യണം. പാരമ്പര്യത്തിലെയും പെർസോണ ഗ്ലോറിഫിക്കേഷൻ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കത്തില്ല. വി നീഡ് ടു ബി കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ജീസസ് ക്രൈസ്റ്റ്, പേഴ്സണലി നോയിങ് ഹിം. രക്ഷിക്കാൻ ഒരുവൻ വന്നിട്ടുണ്ട്. രക്ഷ കാര്യസാധനം അല്ല ഞാനീ പറയുന്നത്, രക്ഷ, നിത്യമായ ജീവൻ. അത് കിട്ടാതെ വെറുതെ നമ്മൾ പദയാത്ര ചെയ്താൽ ഒരു ഗുണമില്ല. ആദ്യമേ അതാണ് നമ്മൾ ഓർപ്പിക്കുന്നത്. എവിടെ മല കയറിയ നമ്മൾ പിന്നെ മലയാറ്റൂർ പോയി മല കയറും, മാതാവിൻ്റെ വേളാങ്കണ്ണി പോകും, അല്ലെങ്കിൽ പദയാത്ര, ഇതൊക്കെ ചെയ്യുന്നത് ആ രക്ഷയുടെ ഉടമസ്ഥനായ യേശുവിലല്ല എങ്കിൽ പ്രയോജനം. വിശ്വാസം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നതിനെ യേശുവിനെ നോക്കിക്കൊണ്ട് നടപ്പീൻ, അങ്ങനെയാണ് വചനം പറയുന്നത്. അതിന് ദൈവം പിന്നെ ചിലരെ നിയോഗിക്കും, അഹറോനായിട്ടും മോശമായിട്ടും. അതവരെ സ്വീകരിക്കണം, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിലല്ലേ, ഇതിൻ്റെ ഉൾക്കണ്ണ് യേശുവിൽ തന്നെ ആയിരിക്കണം. രക്ഷിക്കാൻ ഒരുവൻ വന്നിട്ടുണ്ട്, മനസ്സുണ്ടോ എന്ന് ദൈവം ചോദിക്കുകയാണ്. എൻ്റെ ശുശ്രൂഷകളിൽ വ്യത്യാസം വരെ പലരുടെയും ജീവിതത്തിൻ്റെ ഇതൊരു വിടുതലിൻ്റെ ദിവസമാണ്. നമ്മളെ യേശു അയ്യോ പത്തോ സിമ്പതി തരാൻ വന്ന ദൈവമല്ല. നമ്മുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും അതിനൊരു ഉത്തരം തരുന്ന ദൈവമാണ്. പല പ്രാവശ്യം നമ്മൾ ചെന്നിട്ട് യാഗപീഠത്തിന്മേൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ യാഗപീഠത്തിൻ്റെ മേലാണോ നീ ചെന്ന് മുട്ടുന്നത്, ക്രൂശിൻ്റെ ചുവട്ടിലാണോ നീ നിൽക്കുന്നതെന്ന് ദൈവം ചോദിക്കുന്നു. ദൈവം വഴികാട്ടുകളായിട്ട് പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഏകമധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണ്. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യകുലത്തിന് തന്നിരിക്കുന്ന ഏകമധ്യസ്ഥൻ യേശു. അവനിലേക്കുള്ള പരായണത്തിൽ ദൈവം എന്നും നമ്മളെ വിളിക്കുകയാണ്. വിളി കേൾക്കുവിൻ, ഇന്ന് കേൾക്ക്. ദൈവം ഒരു സൂപ്പർ നാച്ചുറലായിട്ട് നമ്മുടെ മക്കളിൽ, നമ്മുടെ മരുമക്കൾ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശമായിട്ട് വരട്ടെ. ലെറ്റ് മീ ചേഞ്ച്. ഉണർവിൻ്റെ ആദ്യ പരിപാടി ഞാൻ മാറണം, എന്നിൽ മാറ്റം. അതായത് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണതയുണ്ടോ, എൻ്റെ ഉള്ളിൽ ജീവപ്രകാശമാണോ, എൻ്റെ ഉള്ളിൽ നട്ടുച്ചയ്ക്ക് കത്തി നിൽക്കുന്ന സൂര്യനാണോ എന്ന് എനിക്ക് തന്നെ അറിയണം. എന്നാലേ ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ. അറിയുമല്ലോ, യേശു നമ്മുടെ അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കറിയാം. ചിലരോട് ചോദിക്കാം, ഞാൻ ചില വലിയ വചനം അറിയാവുന്നവരോട് ഞാൻ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, പെന്തക്കോസ്തിലുള്ള ഒരാളോട്. അപ്പോൾ എന്നോട് പുള്ളി ഉത്തരം പറഞ്ഞു, അത് ആർക്കറിയാമെന്ന്. എനിക്കുണ്ടായ ഷോക്ക്. രക്ഷിക്കപ്പെടുന്നത് നമുക്ക് ഉറപ്പില്ലേ? എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ലേ? അറിയാം, തീർത്തും അറിയാൻ നോക്കും. പിന്നെ ആത്മാവ് അത്രമാത്രം കഴിവില്ലാത്തതാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് വെളിപ്പെടുത്തത്തില്ലേ? ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന എഫേസ്യർക്ക് ലേഖനത്തിന് എഴുതിയിട്ടില്ലേ 2-ാം അധ്യായത്തിൽ? പിന്നെന്താ അറിയാത്തത്? എൻ്റെ ജനം അറിവില്ലായ്മ നശിച്ചു പോന്നു. വചനം സത്യമായിട്ടും പറയുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിനക്ക് രക്ഷ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യവചനം ആരാണ് അധികാരി എന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ അധികാരി ആരാണ്? ഒരു ഭവനത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? യോജിപ്പിന് വികടമായിട്ട് നിൽക്കുന്ന ദുഷ്ടശക്തി അടിച്ചു മാറ്റുന്ന ദൈവം ഇറങ്ങി വന്നിരിക്കുക. ഒരു സഭയിൽ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ അടിച്ചു മാറ്റണം കർത്താവേ. നമ്മൾ നിൽക്കുന്ന ദേശത്തെ നിൻ്റെ അനുഗ്രഹം ഒഴുകണം. അപ്പച്ചനറിയാതെ ഒരു ഈച്ച പോലും അനങ്ങത്തില്ലെന്ന് ആപ്പച്ചൻ പറയുന്നെങ്കിൽ പിന്നെ നമ്മളെന്തിനാ മനുഷ്യൻ്റെ പുറകെ നോക്കുന്നു? ദൈവം വലിയവൻ തന്നെ. അവൻ ഒറ്റ രാത്രി കൊണ്ട് അഹറോൻ്റെ റോഡ് തളിർപ്പിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടൽ 2ആയിട്ട് മാറ്റി. ഒരൊറ്റ ദിവസം കൊണ്ട് സുനാമി അയച്ച ദൈവമാണ്. കണ്ണിൻ്റെ മുമ്പിൽ ഇന്നലെ കണ്ട ദേശം ഇന്നില്ല കർത്താവേ. എത്രയോ കുടുംബങ്ങളിൽ വെള്ളപ്പൊക്കം വന്നിട്ട് ഒരു ദിവസം കൊണ്ടെല്ലാം നശിച്ചു പോകുന്നു. 3 നില കെട്ടിടം പണിതിട്ട് പെരവാസ്ത്രിക്ക് മുമ്പ് ഇടിഞ്ഞു വീഴുന്ന എത്രയെണ്ണം ഉണ്ട് കർത്താവേ. സങ്കടകരമല്ലേ?
അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും വിടാതെ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വേലി കെട്ടി ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. കർത്താവ് യെശയ്യ അല്ല യോഹന്നാൻ 15 പറയുന്നത് പോലെ പിതാവ് തോട്ടക്കാരൻ, പുത്രൻ മുന്തിരി. ഞങ്ങൾ ഓരോരുത്തരും മുന്തിരി പോലെ. അങ്ങനെ നിന്നെ ആവുന്ന മുന്തിരിയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളെയും ഭർത്താക്കന്മാർ, ഭാര്യമാർ, ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാം വെച്ച് കെട്ടി ഗ്രാഫ്റ്റിംഗ് ടു ദ വൈൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവിടുന്ന് അത് ചെയ്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. നിറച്ച് ഫലം കായ്ക്കാൻ ചെത്തിവെടിപ്പാക്കി കേട്ടപ്പച്ച. കഴിഞ്ഞ വർഷത്തെ കമ്പ് നിന്നാൽ ഇപ്പം ശരിയാകത്തില്ല. ചെത്തിവെടിപ്പാക്കി പുതുതാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.